ഗസയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സാലിഹ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാലി, ഇപ്പോൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം പുറത്തു വരുമ്പോൾ അത് വളരെയധികം ആശങ്കാജനകമാണ്. 200-ലേറെ പേരാണ് ഒരു ദിവസമൊക്കെ മരിക്കുന്നത്. അതായത് എത്രയധികം കടുത്ത ആക്രമണങ്ങളാണ് ഗസയിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഹമാസ് അവരുടെ നിലപാട് കൂടി ഇന്നലെ ആവർത്തിച്ചിരിക്കുന്നു. ബന്ദിമോചന ചർച്ചകൾ മുഴുവനായ ആക്രമണങ്ങൾ നിർത്താതെ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ആശങ്കപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ സാധാരണ ജനത്തിന്റെ ജീവിതത്തിലേക്കാണ്. പ്രത്യേകിച്ച് UN തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പോലും ഇപ്പോൾ നിർവാഹമില്ല എന്നുള്ളത്. ഈ രീതിയിൽ ഇതിങ്ങനെ തുടരുമ്പോൾ എങ്ങനെയാണ് ഗസയിലെ ജനങ്ങൾ ഇതിനെ മറികടക്കുക എന്നാണ് കരുതുന്നത്? എന്താണ് ഗസയിലെ നിലവിലെ അവസ്ഥ? ജിൽസി, ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ വെറും കൈകൊണ്ട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് കാണാനാകുന്നത്. UN രക്ഷാസമിതിയിൽ പ്രമേയം പാസ്സായതിനെ തുടർന്ന്, അതായത് ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന പ്രമേയം പാസ്സായതിന് പിന്നാലെ ഇസ്രായേൽ ഗസയിലുടനീളം വലിയ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് വലിയ തോതിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണമാണ് ഈ ഒരു പ്രമേയം പാസ്സായതിന് പിന്നാലെ ഇസ്രായേൽ നടത്തുന്നത്. ഈ ആക്രമണത്തെ തുടർന്നാണ് UN-ന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇങ്ങനെ ആക്രമണം കടുപ്പിക്കുന്നത് മൂലം സഹായ വിതരണം അസാധ്യമാണ് എന്ന് തന്നെയാണ് UN ഏജൻസികൾ UN തന്നെയും വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഗസയിൽ, മധ്യ ഗസയിലും അതോടൊപ്പം തെക്കൻ ഗസയിലുമാണ് വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നത്. ജബാലിയ ക്യാമ്പ്, അതോടൊപ്പം അൽ നുസൈറാത്ത് ക്യാമ്പ്, അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇവ രണ്ടും. ഇവിടങ്ങളിലെല്ലാം ലക്ഷങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇവിടേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നു. ഇങ്ങനെയാണ് ഗസയിലെ നിലവിലെ സാഹചര്യങ്ങൾ. മാത്രമല്ല, ഹമാസിന്റെ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലും നടക്കുന്നുണ്ട്. ഒളിയാക്രമണങ്ങളിലൂടെ നിരവധി ഇസ്രായേലി സൈനികരെ ഹമാസ് വധിക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി ടാങ്കുകളടക്കം ഇസ്രായേൽ തകർക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകളെ സംബന്ധിച്ച് ഈ ഹമാസ് വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഹമാസ് ഇക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് അധിനിവേശം അവസാനിപ്പിക്കാതെ ഒരു വെടിനിർത്തലില്ല. ഈ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഹമാസ് ആവർത്തിക്കുന്നത്. പിന്നീടുള്ളത് വ്യത്യസ്ത മേഖലകളിൽ നടന്ന മറ്റു ചില സംഭവ വികാസങ്ങളാണ്. യമനിലെ ഹൂത്തികൾ വീണ്ടും മറ്റൊരു കപ്പലിന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ കപ്പലിൽ നിലവിൽ അപകടങ്ങളില്ല എന്നാണ് ബ്രിട്ടീഷ് ഏജൻസി, കപ്പലുകളെ നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് ഏജൻസി വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഹൂത്തികൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ കനക്കുകയാണ്. ഇപ്പോഴും അവിടെ വലിയ തോതിലുള്ള ആക്രമണം തുടരുന്നു. ഒരു സൈനികൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ. മാത്രമല്ല, ഇസ്രായേൽ വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് നിലവിൽ വരുന്ന ചില വാർത്തകൾ. ഇത്തരത്തിൽ വടക്കൻ അതിർത്തിയിലും, അതായത് ലബനാനുമായും നിലവിൽ ഒരു യുദ്ധമുഖം തുറക്കുന്നതിനോട് US നിലവിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് അവധിയോട് അടുക്കുകയാണ്. അതായത് സ്വാലി, ഹിസ്ബുല്ലയ്ക്കെതിരെ യുദ്ധം പാടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുമ്പോൾ സ്വാഭാവികമായും ഈ മേഖലയിൽ നിലവിലുള്ള സംഘർഷം വ്യാപിക്കാനുള്ള ഒരു സാധ്യത അത് മുൻകൂട്ടി തടയുന്നതിലേക്കുള്ള ഒരു നിർദ്ദേശമായാണോ കണക്കാക്കപ്പെടേണ്ടത്? ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് ബൈഡൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇസ്രായേലിലെ വാർ ക്യാബിനറ്റ് എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. നെതന്യാഹുവിന് ഈ യുദ്ധം ഏതു വിധേനയും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി തുടർന്ന് കൊണ്ടുപോകാനാണ് താല്പര്യമുള്ളത്. അദ്ദേഹം ഗോലാനി ബ്രിഗേഡിന്, അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭമായിട്ടുള്ള സൈനിക ദളത്തെ ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് ഗസയിൽ നിന്ന് ഗോലാനി ബ്രിഗേഡിനെ പിൻവലിച്ചത്. അവരെ വടക്കൻ അതിർത്തിയിലേക്ക്, അതായത് ലബനാനുമായുള്ള യുദ്ധത്തിലേക്ക് വിന്യസിക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ചില നിരീക്ഷകരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളിലേക്ക്, വ്യാപക യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് ചില നിരീക്ഷകരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് US-ന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നത്. പക്ഷേ ഏറ്റവും അവസാനമായി US പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അദ്ദേഹം അവധിക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഒരു ടെലിഫോൺ കോൾ, ഒരു സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ജോ ബൈഡൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിലെ നെതന്യാഹുവിൻ്റെ നീക്കങ്ങൾക്ക് അദ്ദേഹം പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞു 100 കടന്നിരിക്കുന്നു. ഇപ്പോൾ 101 മാധ്യമപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജിൽസി, ശരി.
മുഹമ്മദ് സാലിഹാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആശങ്കാജനകമായ വിവരം ഇപ്പോൾ ആക്രമണം നിർത്താതെ ചർച്ചയില്ല എന്ന് ഹമാസ് അറിയിച്ചതോടെ തന്നെ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. ദിവസം 200-ലേറെ ആളുകൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒന്നും എത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് UN ഏജൻസികൾ കൂടി വ്യക്തമാക്കുന്നത്. ഗസയിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായി തുടരുകയാണ്. അടുത്തെങ്ങും ഒരു ബന്ദിമോചന ചർച്ചകൾക്കോ വെടിനിർത്തലിനോ സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മുഹമ്മദ് സാലിഹാണ് വിവരങ്ങൾ നൽകിയത്.